ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്രോഗ്രാമിന് പോകുന്ന ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രോഗ്രാമിന് പോകുന്നത് ചങ്ങനാശ്ശേരി സൈഡിലാണ് കേട്ടോ. എന്ന് ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇവിടെ 2 ചെണ്ട പിള്ളേരും കൂടി ഉണ്ട്. ഇവന്മാരാണ് നമ്മുടെ കൂടെ നിന്ന് ചെണ്ട കൊട്ടാൻ വരുന്ന 2 പേര് കേട്ടോ. ഒരുത്തൻ്റെ പേര് മിഥു എന്നും ഒരുത്തൻ്റെ പേര് സൗരവ് എന്നാണ്. വരുന്ന കഴിക്കാൻ നമ്മൾ ജോയൽ പി ജിനെയും കൂടി പിക്ക് ചെയ്തു, അവനും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചങ്ങനാശ്ശേരിയാണോ? ചാവച്ചൊരു സ്ഥലം, കോട്ടയം സൈഡ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഈ പാലത്തെ പറയുന്നത് ഡാൻസിങ് പാലം എന്നാണ് കേട്ടോ. അതിന് ചെറിയൊരു ഇളക്കമുണ്ട്. അതുപോലെ പ്ലെയിൻ കണ്ടോ, ഈ ചെറിയ വഴി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയി. ബ്ലോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇടയിൽ കൂടെ കയറിയാണ് ഗൈസ്. പക്ഷെ പെട്ട് പോയെന്നാണ് വിചാരിച്ചത്. വഴി അവസാനിച്ചോ എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ആകെ എപ്പോഴും ഞാൻ കിടന്നുറങ്ങി ഗൈസ്. ഉറങ്ങി എന്നിട്ട് നോക്കിയപ്പോൾ ഒരു സൈഡിൽ നല്ല വെയിലും മറ്റേ സൈഡിൽ നല്ല മഴക്കാരിങ്ങനെ പോകെ കൂടി വരാൻ തുടങ്ങി കേട്ടോ. കുറച്ചു നേരം ഞാൻ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നിന്നു. പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ചെറിയൊരു ഉറക്കം കൂടി നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. ഉറങ്ങി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മഴക്കാരൻ നമ്മളുടെ അടുത്തെത്തിയ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. കുറേ നേരം ഞാൻ നോക്കിയിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു അത് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലായി. ഞങ്ങൾ പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് ചെറിയ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ചെങ്ങന്നൂർ കോളേജിൽ വർക്കിന് പോവാണ്. നമ്മൾ പോണ വഴി നമ്മൾക്ക് മഴ ഒരു തടസ്സമായി നിൽക്കില്ല. മഴ നല്ല മഴയാണ്, ഗംഭീര മഴയാണ്. അപ്പോൾ നമ്മൾ പക്ഷെ മഴേനെ മുന്നിട്ട് പരിപാടിക്ക് പോവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ മഴയെ നിങ്ങൾക്ക് മഴേനെ പറ്റിയുള്ള ഡെയിലി വ്ളോഗ്സ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടിൻറ്റിനടിക്കുക. നമ്മളവിടെ വേനൽക്കാലമാണ്. എന്നിരുന്നാലും വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ മഴയത്ത് വരും, മഴ ഉള്ളിടത്ത് വരും എന്ന് പറയാം. പെട്ടെന്ന് ആ സൗണ്ട് ഇട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ വണ്ടി ഇടിച്ചെന്ന്? ഭാഗ്യത്തിന് വണ്ടി ഇടിച്ചൊന്നുമില്ല, പക്ഷെ ഒരാൾ വട്ടം ചാടി ഗൈസ്. അങ്ങനെ മഴയുടെ ശക്തി ഇതുപോലെ തന്നെ കൂടി വന്നു കേട്ടോ. ഞാൻ ഒന്ന് പിന്നേക്ക് നോക്കിയപ്പോൾ ഒരുത്തൻ കിടന്ന് നല്ല ഉറക്കം, അത്ര തണുപ്പുണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയാണ് പിന്നെ നമ്മൾ കുറച്ചു നേരം പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടലുകൾ തപ്പി തുടങ്ങി. ഏകദേശം നമ്മൾ എത്താറായി. ഹോട്ടലുകൾ തപ്പാൻ കാരണം നമ്മൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ മോർണിംഗ് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, ഇച്ചിരി പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. സൈഡിൽ കണ്ട ബജ്ജിക്കടയിൽ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ട ബജ്ജിയും വടയും അതും ഇതൊക്കെ വാങ്ങി കഴിച്ചു. ആ സമയത്ത് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിൽ ഒരാൾ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു നമുക്ക് വേണ്ട ഫുഡ് അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനുള്ള വയറ് കുറച്ച് ബാക്കി വെച്ചു കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൽ ഒരാളും നമ്മുടെ ചെണ്ടപ്പിള്ളേരിൽ ഒരാളും സെയിം ഡ്രസ്സ് ഗൈസ്. അതും പറഞ്ഞ് കളിയാക്കി ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇതാണ് എൻ്റെ കോലം. രാവിലെ തൊട്ട ചന്ദനമൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ അത് നോക്കി നടക്കുമായിരുന്നു കുറച്ച് നേരം. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനും ഇരുന്ന് കഴിക്കാനും ഉള്ള നല്ലൊരു റൂം അവർ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്കും ജോയലിനും വെജിറ്റേറിയനും ബാക്കി എല്ലാവർക്കും നോൺ വെജ് ഫുഡ് ആയിരുന്നു കേട്ടോ. എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇവൻ കളിയാക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിലിരുന്ന് ചിക്കൻ കാലൊക്കെ കടിച്ച് കഴിക്കുകയാണ് ഇവർ നമ്മളെ കളിയായിക്കൊണ്ട്. പക്ഷെ നമുക്കതൊന്നും വിഷയമേ അല്ല, കാരണം ഞാൻ ഈ വ്രതമെടുപ്പ് ഇന്നൊന്നും തുടങ്ങിയതല്ല ഗൈസ്. എനിക്ക് കിട്ടിയത് പൊറോട്ടയും ചില്ലി ഗോബി ആയിരുന്നു കേട്ടോ. ഞാനത് നന്നായി കഴിച്ചു, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പറഞ്ഞല്ലോ രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. തന്ന ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും പാത്രവും എല്ലാം കാലിയാക്കി വെച്ചു കേട്ടോ. പാത്രമൊക്കെ കാലിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ടൈമായപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. സ്റ്റുഡൻസ് തന്നെയാണ് നമ്മളെ വന്ന് വിളിച്ചത് കേട്ടോ. നമ്മളപ്പം സ്റ്റേജിൻ്റെ അങ്ങോട്ടാണ് നടക്കുന്നത്. സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്റ്റേജ് ആയിരുന്നു, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. കോളേജിൻ്റെ പേര് ആക്ച്വലി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ അതായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് അവർ വേണ്ട വെള്ളവും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തു. ഞാൻ സൈഡിൽ ഇരുന്നുള്ളൂ, എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം റെഡിയാക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അതും പതിവ് പോലെ പ്ലെയറൊക്കെ സെറ്റാക്കി ബാക്കിലേക്ക് ഒളിച്ച് നിൽക്കാൻ പോയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ എനിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നി. അപ്പം ഞാനും അതും കൂടെ ഒന്ന് വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മളെ ജോയിൽ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കിടിലനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഏകദേശം കയറി സെറ്റായി. അവൻ ക്രൗഡിനൊക്കെ നല്ല പോലെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതും അപ്പോഴേക്കും ബാക്കിൽ വന്ന് ഒളിച്ചിരുന്നു. അത് കണ്ട് നമ്മുടെ ചെണ്ടപ്പിള്ളേരും കൂടെ ബാക്കിലേക്ക് വന്ന് ഒളിച്ചിരുന്നു. ഇവൻ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ജോയിൽ കയറി ഒരു 15 to 20 minutes കഴിഞ്ഞപ്പോൾ അതുവിൻ്റെ എൻട്രി കേട്ടോ. എൻട്രി ഒക്കെ കിടിലനായിരുന്നു. എല്ലാവരും ഭയങ്കര റെസ്പോൺസൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ മാറി സൈഡിലേക്ക് നിന്നു. ഇനി ഞാൻ നിൽക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ. ആ
അലർച്ച നിങ്ങൾ കേട്ടല്ലോ. ബാക്കിയുള്ളത് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമേ. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മളെ പ്രോഗ്രാം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അടിപൊളിയായിട്ട് അവസാനിച്ചു കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ പോയി കാറിലൊന്നും ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ കാറിൽ പോയിരുന്നു ഗൈസ്. അതുപോലെ ആ പിള്ളേർ നമുക്ക് കുറച്ച് ഫുഡ് വീട്ടിലേക്ക് പാർസൽ വാങ്ങിച്ചു തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.